നല്ല ഈ ചൂട് സമയത്ത് നമ്മുടെ വയറിനെയും ശരീരത്തെയൊക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടും റോബസ്റ്റ പഴം കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലെ മിൽക്ക് ഷേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കുടിച്ചോളും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൻ്റെ ഒപ്പം ഒരു റോബസ്റ്റയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് നമ്മുടെ വയറിന് ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ചൂടുകാലത്ത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് വൈറ്റ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ്. കുറച്ച് പുളിയും മധുരമൊക്കെ ഉള്ളത് അതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നാറില്ല. ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ റെഡിന് ഒരിക്കലും മധുരം ഉണ്ടാവാറില്ല. ഇനി നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഏതെങ്കിലും റെഡിന് മധുരമുള്ളതുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഞാൻ എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. നന്നായിട്ട് പഴുത്താണെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരിച്ചെടുക്കാൻ പറ്റും. ഇതിന് ടേസ്റ്റൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറ് കാണുമ്പോൾ നമ്മൾ അറിയാതെ കഴിച്ചു പോകും. ഈ ഒരു സമ്മർ സീസണിൽ മുഴുവൻ എല്ലാ ദിവസവും ഞാൻ ഇതിൻ്റെ വൈറ്റ് കളറുള്ളത് കഴിക്കാറുണ്ടായിരുന്നേ. രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടങ്ങ് തുടങ്ങുമ്പോഴത്തേക്കും അത് ഞാൻ കഴിക്കും. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ റോബസ്റ്റ അരിഞ്ഞിടാം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ മിൽക്ക് ഷേക്കിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഈ റോബസ്റ്റയും കൂടെ ചേർക്കുന്നത്. ഇനി റോബസ്റ്റ ഇല്ല എങ്കിൽ ഏതെങ്കിലും പഴം എടുത്താൽ മതി. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതിനെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബദാമും പിസ്തയാണ് ഞാൻ ചേർക്കുന്നത്. കാഷ്നട്ട് വേണേലും ചേർക്കാം അതിനകത്തേക്ക്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി പാലെടുക്കുന്നുണ്ട്. ചിൽഡ് ആയിട്ടുള്ള പാൽ വേണം എടുക്കാനായിട്ട്. പകുതി ഐസായിട്ടുള്ള പാലുണ്ടല്ലോ, അതെടുത്താൽ മതി. ഷേക്ക് അടിക്കുമ്പോൾ എപ്പോഴും കട്ടിയായിട്ടുള്ള പാല് ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഫ്രൂട്ട്സൊക്കെ തണുക്കാത്തതാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. ഇനി ഇത് അടിച്ചെടുക്കാവേ. ഇത് അടിക്കുമ്പോൾ ഈ കളറുകൾ തമ്മിൽ മിക്സ് ആകുന്ന കാണാൻ നല്ല രസമല്ലേ. ഇത് അടിച്ച് വരുമ്പം സ്ട്രോബെറി ഷേക്കിനേക്കാളും കുറച്ചും കൂടെ കളർ ഇതിന് കൂടുതലുണ്ടാവേ. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. 2 ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടിച്ച ഷേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതിന് ചെറിയൊരു പുളിരസം വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ 2-3 സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുത്ത് അടിച്ചാൽ മതി. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. സ്ട്രോബെറി ഇഷ്ടപ്പെടാത്ത കുട്ടികൾ എന്തായാലും ഉണ്ടാവില്ലല്ലോ. ഇനി ഇതിൻ്റെ മേളിലേക്കും കൂടെ കുറച്ച് കട്ട് ചെയ്ത ഫ്രൂട്ടും നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സീസണും കൂടെയാണല്ലോ, അപ്പം മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ഇത് വാങ്ങാനായിട്ട് കിട്ടും. ഇത് വൈറ്റ് കളറിലുള്ളതായാലും വാങ്ങിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. പക്ഷേ ഈ ഒരു കളർ ഉണ്ടാവില്ല അതിന്. തണ്ണിമത്തൻ കഴിക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത്. പറ്റുന്നിടത്തോളം എല്ലാവരും ഈ ഒരു ഫ്രൂട്ട് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കണം. വെറുതെ കഴിച്ചാലും മതി. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്